ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം കോമഡി ഉത്സവത്തിലേക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കിടിലം കോമഡി ഉത്സവത്തിന് നമുക്ക് ഇവിടുത്തെ ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത് ഹോളി ലാൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. സ്വാഗതം. നമുക്ക് നമ്മുടെ കാര്യക്കാരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ടിനി ടോം ആൻഡ് കലാഭവൻ പ്രജോത്. നമുക്ക് ടിനിച്ചേട്ടൻ ഏറ്റവും കൂടുതൽ ആക്ഷൻ ചെയ്ത പടം ഏതാ? ഐസക് ന്യൂട്ടൺ സൺ ഓഫ് ഫിലിപ്പോസ് എന്ന് പറഞ്ഞ ലാലേട്ടന്റെ പടം. അതിൽ 2 ദിവസം ഫൈറ്റ് ചെയ്ത നമ്മൾ ഒരുമിച്ച് ആക്ഷൻ ചെയ്തിട്ടുണ്ട്. പേരിന്റെ ഒരു മകൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് ഒരു ചെറിയ കുഞ്ഞ് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ബാങ്കിങ് അവേഴ്സിൽ ഇല്ലേ? അത് രണ്ടിലും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറിയിൽ ചെയ്ത് നല്ല ഗംഭീര ആക്ഷൻ ചെയ്ത് അല്ലേ? അതുപോലെ പ്രജോട്ട് ആ ഡിറ്റക്റ്റീവ് തൊട്ട് കുറെ ആക്ഷൻ ചെയ്തു അല്ലെ? ആക്ഷൻ ഹീറോ ബിജുവിലും കുറച്ച് ആക്ഷൻ ചെയ്തു. മലയാള സിനിമയിൽ നമുക്കറിയാം ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ടു എന്ന് പറയാവുന്നത് ഒരു പേരാണ് മാഫിയ ശശി. അപ്പോ ശശിയേട്ടനും അദ്ദേഹത്തിന്റെ മകനും ഇവിടെ എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് വെൽക്കം ദം. സന്ദീപ്, നിങ്ങൾ 3 പേരും കൂടി നിന്നപ്പോഴും ഒരു കുടുംബത്തിലാണ്, ഒരേ കുടുംബത്തില് ആൾക്കാർ അല്ലേ സന്ദീപ്? അപ്പൊ സന്ദീപ് ഇപ്പോ വള്ളിക്കെട്ട് എന്ന് പറയുന്ന ചിത്രത്തിലെ മെയിൻ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്ത് വരികയാണ് സന്ദീപ് ഓൾ ദ ബെസ്റ്റ്. ആ എൻട്രിക്ക് ഇതിനു മുമ്പ് ഗുണ്ടാന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിരുന്നു. അത് കുറച്ചുകൂടി ചെറുപ്പമായിരുന്ന സമയത്ത്. അപ്പൊ എന്തായിരുന്നാലും മകൻ ഇറങ്ങുന്ന സമയത്ത് അപ്പൊ എന്തായാലും ഒരുപാട് ആകുലതകളുള്ള ഒരു അച്ഛനായിരിക്കുമല്ലോ. ആക്ഷൻ ആണോ ഫോട്ടോ ഇടാൻ തീരുമാനിച്ചിരിക്കുന്നത് അതോ എങ്ങനെയാണ്? അവനെല്ലാം പഠിച്ചിട്ടുണ്ട്. ആക്ടിങ് ക്ലാസ് വിട്ടിട്ടുണ്ട്. വിഷ്വൽ കമ്മീഷനാണ് പഠിച്ചത്. ആക്ടിങ് ക്ലാസ് വിട്ടു. കൂത്തുപൊട്ട മദ്രാസില് കൂത്തുപൊട്ട സംഘത്തിൽ പോയിരുന്നു. സംഘത്തിലാണോ പഠിച്ചത്? എഡിറ്റിംഗ്, EFT എല്ലാം പഠിപ്പിച്ചു. ക്യാമറയില് പഠിച്ചത്. അത് ശരി. ബിജു ഇവരെ രാജീവ് മേനൻ ഇൻസ്റ്റിറ്റ്യൂട്ടില് പഠിച്ചത്. എല്ലാം പഠിപ്പിച്ചു. അതെ. ഇനി ബാക്കി പുള്ളി തീരുമാനിച്ചോണം ഏത് മേഖലയിൽ പോകണം അല്ലേ? അപ്പൊ എന്തായിരുന്നാലും സിനിമ അതാണ്. സിനിമ പഠിച്ചിട്ടിറങ്ങുമ്പോ കുറച്ചുകൂടി ടെൻഷനാണ്. കാരണം അറിയാന്നുള്ളത് കൊണ്ട്. അറിയാത്തപ്പോ വലിയ കുഴപ്പമില്ല. അപ്പൊ എന്താണ് ക്യാരക്ടർ വള്ളിക്കെട്ടിലെ? വള്ളിക്കേട്ടിൽ വന്ന് ഒരു ഷിനു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ്. അതിൽ വന്ന് ഒരു മെയിൻ നെഗറ്റീവ് ക്യാരക്ടർ. മദ്രാസിൽ പഠിച്ചെന്നുള്ളതിന്റെ തെളിവാണ് തമിഴ് മിക്സ്. അതെ, ഷിനു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ത്രൂ ആയിട്ട് ഒരു വില്ലൻ ക്യാരക്ടർ മാറി. സെപ്പറേറ്റ് ആയിട്ട് ഒരു എനിക്ക് അസ്കർ സൗദണ്ണും ഒരു 2 ഫൈറ്റ് സീൻ ഉണ്ട്. പിന്നെ സോളോ ഫൈറ്റ് സീൻ ഉണ്ട്. ഒരു ടോട്ടൽ ഒരു 5 സീക്വൻസ് ഉണ്ട് മൂവിയിൽ. പിന്നെ 4 സോങ്. അങ്ങനെ കമേഴ്ഷ്യൽ മൂവി, പ്രോപ്പർ കമേഴ്ഷ്യൽ മസാല പടം. അതെ. പിന്നെ നമ്മളെ പ്രിയങ്കരായിട്ട് സുരേഷ് ഏട്ടൻ, സുരേഷ് ഏട്ടൻ ഉണ്ട്. ആണോ? അതിനകത്തുണ്ട്. ഒരു പാട്ട് കൂടെ പാടിയിട്ടുണ്ട് ഇതിൽ. അത് ശരി. അപ്പൊ എല്ലാം കൊണ്ടും ഒരു പ്രോപ്പർ ഒരു കമേഴ്ഷ്യൽ മിക്സ് ഉള്ള സിനിമയാണ്. ഏതായാലും നിങ്ങളോടൊപ്പം ഇന്ന് നമ്മുടെ കൂടെ കഴിഞ്ഞ ഉത്സവത്തിനുണ്ടായിരുന്നു മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഐക്കോണിക് ക്യാരക്ടറാണ്. അദ്ദേഹത്തിനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. ടെലിവിഷനിലും സ്റ്റേജുകളിലും നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രം കേണൽ. ലെറ്റ്സ് വെൽക്കം ദ കേണൽ. കേണലിന് ആക്ഷനുമായിട്ട് നല്ല ബന്ധമാണോ? എങ്ങനെയാണ് ആക്ഷൻ? മാഫിയ ശശി അറിയില്ലേ? പിന്നെ എന്താണ് പറയണത്? എങ്ങനെയാണ് അറിയാവുന്നേ? ഒരുപാട് പടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ പണ്ട്. പിന്നെ എന്റെ വീടിന്റെ അടുത്ത് ഒരു പടം പണ്ട് അവിടെ വന്നിട്ടുണ്ടായി, ഭാര്യ വീട്ടിൽ പരമസുഖം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഡയറക്റ്റ് നേരിട്ട് ഞാൻ ഒരു വാഴത്തോട്ടത്തിൽ ഇത് സംഭവം സെറ്റ് ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പരിചയമൊക്കെ ഉണ്ട്. പിന്നെ ഞാനും ആ ഒരു ട്രെൻഡിലാണല്ലോ. ആ ഒരു നമ്മ പട്ടാളമായിട്ട് അവിടെ തീവ്രവാദിയായിട്ടാണെന്നുള്ളൂ. ഇവിടെ പുള്ളിയാണ് ഈ സിനിമയില് എന്തെങ്കിലും ആക്ഷനിൽ എന്തെങ്കിലും ടിപ്പ് കൊടുക്കാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ മാഫിയ ശശിക്ക്? ഇല്ല, ആക്ഷനിൽ എനിക്കൊരു സഹായം വേണ്ടി വരും. അത് ഞാൻ പിന്നീട് പറയാം. അമേരിക്കയിൽ വെച്ച് നടന്നൊരു പകരം വീട്ടിലുണ്ട് എനിക്ക്. അതിന് ശശിന്റെ ഒരു ആവശ്യം വേണ്ടി വരും. ഓൾറെഡി ബെൽറ്റ് ഉണ്ടല്ലോ. അത് കൊള്ളാം. ഇത് അതിന് വേണ്ടിട്ടുള്ള പാന്റ് ഊരി പോകണ്ട ഇരിക്കാനാ. ഈ സാധനം ഇട്ടേക്കണത് എന്തിനാണ് ശരിക്കും? ഏത്? ഈ സസ്പെൻഡർ. ഇത് കണ്ടുപിടിച്ച് കളഞ്ഞാലോ പിന്നെ പറഞ്ഞ് സംഭവം പൊളിച്ചു കളഞ്ഞ്. ഏത് സമയത്ത് എനിക്ക് പറന്നിടിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ റോപ്പ് ഇട്ടിട്ട് അവിടെ നേരെ കറങ്ങി കണ്ടിട്ടുള്ള പോലെ തന്നെ. ഓ അത് ശരി. അത് വേറെ വരാറില്ല. ഞാൻ സ്വന്തം ചാടി മറിയാനുള്ള വഴി. പക്ഷെ ഞാൻ അറിഞ്ഞ വേറെ കാര്യമാണ്, പുള്ളി നിക്കർ ഇടാറുള്ള ഉള്ളില്. അപ്പൊ അതിന് അത് ഊരി പോരുത്, പാന്റ് ഊരി പോരുത്. കേണല് മുമ്പേ ഫോൺ ചെയ്തപ്പോഴേ ആരെ വിളിച്ചപ്പോ എപ്പോഴും യുദ്ധകാലാടിസ്ഥാനം അതെന്താ എപ്പോഴും അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഫോൺ ചെയ്യുമ്പോ? എല്ലാത്തിന്റെ അടിസ്ഥാന യുദ്ധമാണ്. അപ്പൊ അതാണ് യുദ്ധകാലാടിസ്ഥാനം.
അപ്പൊ കേണലെ നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ സന്ദീപും ഒപ്പം ശശിയേട്ടനും ഒക്കെ ഉള്ളതാണ്. ശശിയേട്ടനും സന്ദീപും നമ്മുടെ മോട്ടിവേറ്റർ കസേരകളിലോട്ട് പോവുക. ഒപ്പം കേണൽ നമ്മുടെ ഗസ്റ്റ് കസേരയിലോട്ടും. ഓക്കെ, തീർച്ചയായിട്ടും. കിടിലം കോമഡി ഉത്സവം പവർഡ് ബൈ കേരള മാട്രിമണിയിൽ ഇനി സ്പോട്ട് ഡബിംഗ് ആണ്. സ്പോട്ട് ഡബിങ്ങിനായിട്ട് എത്തുന്നു നാഗനാഥൻ. எங்க இருந்த தமிழ்நாட்டுல? இது ராமநாதபுரம் மாவட்டம் கமுதி, மதுரை பக்கத்துல. மதுரை பக்கத்துல. ஓகே, அங்கே தான் வந்திருக்கு. இப்போ மலையாளி ஆயிட்டார். யாருக்காக டப் பண்றே? கஞ்சா கருப்பு, கமலஹாசன், சசிகுமார். ஆஹா, 3. ஓகே, ஆல் தி பெஸ்ட். நேரா ஸ்பாட் போய்க்கோ. ഇവിടെ വിഷില്ല കേട്ടോ. ஆல் தி பெஸ்ட். சில்ஸ் மணினா சும்மா சினிமா வட்டாரம். என்ன பத்தி உனக்கு இப்ப தெரியாது, போக போக தெரியும். தொட்டு கும்பிட்டுக்க மூதேவி. இது சாதாரண கேமரா இல்ல, நம்ம இளைய தளபதி விஜய் நம்ம கேமராக்குள்ள சிக்கிட்டான பெரிய கேமராக்குள்ளே போனாப்ல. அல்டிமேட் அசீஸ் சாரு இன்னைக்கு புதுப்பட ஆரம்பிச்சாலும் நம்ம டச் இல்லாம ஒரு ஸ்டில்ல வெளியே போகாதுல. இவ்வளவு ஏன் நம்ம சியா விக்ரம் சேத படத்துல ரெக்கமெண்ட் பண்ணதே நான் தானே. வேற என்ன தெரியும், பயம் இல்லாத மாதிரி நடிக்கிறது. பயத்தை அவங்களெல்லாம் நான் பார்த்துட்டேன். அதை மெதுவாக நிதானமாக வெளியில் கொண்டு வந்து உனக்கே அறிமுகப்படுத்துகிறேன். நான் அதில் எக்ஸ்பர்ட். எல்லாரும் ஒன்றை மாதிரி தான். சொந்த பந்தம்லாம் சும்மா பாதிலேயே தூட்டு ஓடிடுவாங்க. அவங்கவுங்க வாழ்க்கையை அவங்கவுங்க தான் வாழணும். தைரியமா இரு. என்ன எதுக்குங்க இதெல்லாம்? இல்லண்ணே, நேற்று யோசிக்காம ஒரு விஷயம் பண்ணீங்கல்ல, அதுக்கு தானே. அதெல்லாம் ஒரு விஷயமா? இல்ல பாஸ், ஆக்சிடென்ட் ஆகிற கொஞ்ச நேரத்துக்கு முன்னாடி தான் அவனுங்க உங்ககிட்ட அம்பளத்துட்டு போனானுங்க. எதிரின்னு அதுக்கப்புறம் ஹெல்ப் பண்ணீங்கல்ல, அதில் நின்றுட்டீங்க. எதிரி எப்பவுமே அழிக்க நினைக்க கூடாது, ஜெயிக்க நினைக்கணும். எதிரியே இருக்கக்கூடாதுன்னு நினைச்சா நாம வாழலாம், ஆனால் வளர முடியாது. இது உங்களுக்கு தான். കാലക്കി കാലക്കി സൂപ്പർ. താങ്ക് യു. നാഗനാഥനല്ലേ, ഇത് ഉലകനാഥനാണ്. നിങ്ങള് തിരുമ്പി പോകണ്ട തമിഴ്നാട്ടില്, ഇവിടെ 5 സെന്റ് തരാം. സൂപ്പർ നാഗനാഥ. ഞെട്ടിച്ചിട്ട് എന്താ പറയാ തമിഴിൽ, എന്താ പറയും? അസത്തിട്ട. ശശിയേട്ടാ, ഇതാവുമ്പോ തമിഴിൽ പറയാം. 3 பேர் சவுண்டு நீ சூப்பரா பண்ண. சசிகுமார் சார் எல்லாரும் கரெக்டா இருந்துச்சு. அங்க கஞ்சா கருப்பு தான் ரொம்ப ஃபேமஸான இது இருக்கிறதுல. கரெக்டாக பண்ணது கஞ்சா கருப்பு எல்லாம் நல்லா பண்ணியிருக்கேன். இது சூப்பராக இருந்துச்சு. ஓகே சார். சந்தீப், ഇവിടെ വേണേ തമിഴ് പറയട്ടാ. தம்பி மெஸ்ஸெல்லாம் பண்ணியிருக்கேன் தம்பி. தேங்க்யூ. கஞ்சா கருப்பு அல்டிமேட்டு. ஓகே. உலகநாதன் அதுக்கு மேலே அல்டிமேட்டு. அது மாதிரி சசிகுமார் அண்ணா பர்ஃபெக்ட். ஓகே. ஓவரால் நல்ல ஒரு பேக்கேஜ். താങ്ക് യു സന്ദീപ്. സുജോട്ടാ. നാഗനാഥൻ സൂപ്പർ. താങ്ക് യു സാർ. നമ്മൾ ഞെട്ടിയത് ആദ്യത്തെ കഞ്ചക്കറുപ്പ് കഴിഞ്ഞിട്ട് കമലഹാസന്റെ ഒരു ടോൺ അല്ലേ? അത് ഏത് പടം കമലഹാസനുടെ? കുരുതിപ്പുണൽ. യെസ്, ഗംഭീരമായിരുന്നു കേട്ടോ. പെർഫെക്ഷൻ ആയിരുന്നു. 3 പേരും ഗംഭീരമായിട്ട് ചെയ്തു. ഈ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരെല്ലാം ഇവിടെ വന്ന് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റാർസിനെ സ്പോട്ട് ഡബും മിമിക്രിയും എല്ലാം കൂടെ ചെയ്തു. ബട്ട് ഇനി പറഞ്ഞ പോലെ നമുക്കിനി അങ്ങോട്ടൊന്നും പോകണ്ട, ഇവിടെ തന്നെ കൂടാം. നമുക്ക് നാഗനാഥന്റെ പേര് മാറ്റി നമ്മുടെ കോമഡി ഉത്സവത്തിന്റെ ഒരു കുടുംബനാഥന്റെ സ്പോട്ടപ്പിന്റെ കൂടെ ഒക്കെ കൂടി ഇവിടെ നമുക്ക് പൊളിക്കാം, പ്രോഗ്രാം ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു സാർ. ഓക്കെ. കേണൽ മദ്രാസ് റെജിമെന്റിൽ ഉണ്ടായിരുന്നതല്ലേ? അതെ. അപ്പൊ തമിഴിൽ പറഞ്ഞാൽ മതി പുള്ളിയോട്. അല്ല, തമിഴിൽ ഇപ്പൊ എന്ന് പറഞ്ഞാൽ എനിക്ക് പേസ മാട്ടേ, ഞാൻ തമിഴ് പേസ മാട്ടേ. അങ്ങനെ അതെന്താ? തമിഴ് പേസക്കൂടാതെ. പേസണം, അറിഞ്ഞാലേ പേസാൻ പറ്റുള്ളൂ. അതങ്ങനെ പേസ. അവ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചളഞ്ഞിട്ടാ. കിടിലോൽക്കിടലെന്ന് തന്നെ പറയണു ഞാൻ. കാരണം ഈ 3 ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവർ നിന്നിട്ട് ആ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അത് ഡിറ്റ് വരുന്നത് നമ്മൾ അവിടെ ഇവിടെ ഇന്ന് ശ്രദ്ധിക്കുന്നത് എങ്ങനെ പിടിക്കുന്നുള്ളതിൽ. നിങ്ങൾ ഈ വെടി അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുന്ന ആൾക്കാർക്ക് ഇത് വലിയ പ്രശ്നമാണോ? വെടിവെപ്പ് പോലെ അല്ല ഇത്, സൗണ്ട് വാങ്ങി കൊടുക്കേണ്ടത്. ഇപ്പൊ വെടിവെപ്പുണ്ടോ? അതോ വെടിവെപ്പുണ്ടോ? വെടി പറച്ചിലേ ഉള്ളൂ അതോ? അല്ല, വെടി പറഞ്ഞിട്ട് നമ്മൾ വെടിവെക്കും. ആണോ? ഇത് പറയും, അപ്പൊ കൊള്ളണവർക്ക് അത് വെടി കൊണ്ടെന്നുള്ള രീതി പൊക്കോളും. അവർക്ക് വെടി കൊണ്ടതുപോലെയാ. അപ്പൊ എല്ലാ അർത്ഥത്തിലും അവള് സൂപ്പർ ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. കലക്കി നാഗനാഥൻ, സൂപ്പറായി. നെക്സ്റ്റ് ടൈം വീണ്ടും ഇതിക്ക് മേലെ. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ലൊരു കൈഡി നാഗനാഥൻ. താങ്ക് യു.
കൊല്ലം കോമഡി ഉത്സവം പവർഡ് ബൈ കേരള മാട്രിമണിയിൽ ഇനി മിമിക്രി ലോകത്തിന് കോമഡി ഉത്സവം നൽകുന്ന ആദരം ആർക്കാണെന്ന് അറിയാനായിട്ട് നമുക്കൊന്ന് വീഡിയോ പ്രൊഫൈലാണ്. മലയാളികൾക്ക് നർമ്മത്തിന്റെ പുത്തൻ ഭാവങ്ങൾ പരിചയപ്പെടുത്തിയ ഹാസ്യ കലാകാരൻ രഞ്ജിത്ത് ചെങ്ങമനാട്. സംഗീതത്തിൽ ഗാനഭൂഷണവും ഗാനപ്രവീണയുമൊക്കെ പൂർത്തിയാക്കിയ ഇദ്ദേഹം പക്ഷേ ഏറെ ശോഭിച്ചത് ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും. സംവിധാന സഹായിയായി ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന രഞ്ജിത്ത് ചെങ്ങമനാട് ഒട്ടേറെ ചലച്ചിത്രങ്ങളുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചു. ടെലിവിഷൻ ചാനലുകളിൽ വർഷങ്ങളായി തുടർന്ന ഊരാക്കുടുക്ക്, ജഗതി ജഗതിമയം തുടങ്ങിയ ഹാസ്യ പ്രോഗ്രാമുകളിൽ നെടുംതൂണായി ഈ കൊമേഡിയൻ. അന്നുവരെ മലയാളികൾ കണ്ട ഹാസ്യാഭിനയങ്ങളിൽ നിന്ന് മാറി തന്റേതായ ഒരു ഹാസ്യരീതി അവലംബിച്ച ഇദ്ദേഹം അന്നും ഇന്നും സ്ക്രീനിലെത്തുമ്പോൾ പൊട്ടിച്ചിരിക്കാത്ത മലയാളികളില്ല. കോമഡി ഉത്സവവേദിയിൽ രഞ്ജിത്ത് ചെങ്ങമനാടിന് ആദരവ്. ഇത് ഈ ഒരു ബന്ധം പറയാനാണെങ്കിൽ പണ്ട് സിനിമയിൽ നമ്മൾ അവസരം ചോദിച്ചു നടക്കുന്ന സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഹഡ്ഡ ഉണ്ടല്ലോ. നമ്മളെപ്പോഴും എവിടെയെങ്കിലും കൂടുന്ന ഒരു സ്ഥലം ഉണ്ടാവില്ല, എല്ലാവരും കൂടി ഒരുമിച്ച്. എല്ലാവരും സിനിമാ മോഹികളാണ്. രഞ്ജിത്തുണ്ട്, എനിക്കിപ്പോഴും പറയാം, സിന്ധുരാജ്, നമ്മുടെ റൈറ്റർ, നമ്മുടെ സുദീപ്, നമ്മുടെ സുദീപ് കുമാർ സിംഗർ, നമ്മളെല്ലാരും കൂടി ജഗതിയിലുള്ള അനന്തപുരി എന്ന് പറയുന്ന കല്യാണ മണ്ഡപത്തിന്റെ മുകളിൽ ചെറിയ 2-3 മുറികളുണ്ട്. നമ്മുടെ ജയൻ ചേട്ടൻ, നമ്മുടെ ഡബിംഗ് ആർട്ടിസ്റ്റ് ജയൻ ചേട്ടൻ, ഇവരെല്ലാരും കൂടുതൽ ജക്രു, അതിപ്പോ പറയാതിരിക്കാൻ പറ്റില്ല, അതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവം. അപ്പൊ ആ കാലഘട്ടം തൊട്ടുള്ള പരിചയമാണ്. അപ്പൊ ഇപ്പൊ കണ്ടപ്പോൾ സത്യം പറഞ്ഞാല് ഒരു ഫ്ലാഷ് ബാക്ക് ഒറ്റയടിക്ക് അടിച്ചു വന്നതുപോലെയാണ് സത്യം പറഞ്ഞാല്. ബാക്കിയുള്ള അലമ്പുകൾ എന്തൊക്കെയായിരുന്നു പറ. അവിടെ നമ്മൾ ഡീസന്റ് ആയിരുന്നു. ആ കല്യാണം താഴെ അടക്കം അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ ശരിയാ വിളിക്കുന്നില്ല അവര്. പിടിച്ചിട്ടുണ്ട്. അപ്പോ രഞ്ജിത്തേട്ടാ, എന്തുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം. ഇപ്പോ എവിടെയാണ്? ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയാണ് താമസം. ആണ്. ഊരാക്കുടുക്ക് ഇപ്പോഴും നടക്കുന്നുണ്ട്? ഊരാക്കുടുക്ക് അത് ചാനലിലൊരു സൂര്യയിലൊരു 8 വർഷം ചെയ്തു. അത് കഴിഞ്ഞ് ഊരാക്കുരുക്കായിട്ട് മംഗളം ചാനലിൽ ഒറ്റ അക്ഷര വ്യത്യാസം, ചെറിയ വ്യത്യാസത്തിൽ അത് പോകുന്നു. ഇപ്പം വേൾഡ് ടു വേൾഡ് എന്ന് പറഞ്ഞൊരു ചാനലിൽ ഇതുപോലെ തന്നെ വേറൊരു പരിപാടി ആണ് പോകുന്നത്. അപ്പോ ഞാൻ ചോദിക്കട്ടെ, മിമിക്രിയിലോട്ട് വരുന്നത് എങ്ങനെയാണ്? മിമിക്രി സ്കിറ്റ് ഒക്കെ ആയിട്ട് വരുന്നത് എങ്ങനെയാണ്? അത് ഞാൻ ഈ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഹൈ മിമിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ്. ജിമ്മി, മണിക്കുട്ടൻ, ഷാജി, രാമേന്ദ്രൻ, പിന്നെ അങ്ങനെ കുറേ സുഹൃത്തുക്കൾ ചേർന്നിട്ട് നമ്മൾ ചുമ്മാ അന്ന് പിന്നെ ചാനലിൽ അന്ന് സൂപ്പർ മിമിക്സ് എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത്, പിന്നെ വേറെ ഒരു മിമിക്സ് മാത്രമേ ഉള്ളായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ കയറി കോളേജിൽ ചുമ്മാ ഇങ്ങനെ മാട്ട പോലെ ഇങ്ങനെ കളിച്ച് പിന്നെ അത് ട്രൂപ്പായിട്ട് മാറി. പിന്നെ അത് ഭയങ്കര ഒരു ഇതായിട്ട് മാറിയത്. അപ്പോ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ മ്യൂസിക് കോളേജിലാണ് പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ആ മേഖലകളിൽ ഇങ്ങനെ കുറച്ച് നാൾ ഇങ്ങനെ നടന്നു. പിന്നെ ഞാനിങ്ങനെ ചെറിയ ടെലിഫിലിമിനകത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്നു. പിന്നെ അവിടുന്ന് ഇങ്ങനെ കുറേ അന്ന് ദൂരദർശനിലെ ഈ സീരിയൽ ഈ ടെലിഫിലിമിൻ്റെ ഒക്കെ ഒരു ചാകര ഉണ്ടായിരുന്നല്ലോ. പ്രസിമല്ലൂർ സാറായിരുന്നു എൻ്റെ ഗുരു. പിന്നെ അങ്ങ് ഉറക്കമില്ലാതെ ഇങ്ങനെ ആ വർക്ക് ഞാൻ ചെയ്ത് പോകുന്നു. ഇപ്പോഴും ടെലിവിഷനിൽ ഇപ്പോഴും എന്താണെങ്കിലും സാന്നിധ്യം അറിയിച്ച് നിൽക്കുന്നുണ്ട് അല്ലേ? ഉറപ്പായിട്ടും. വിക്രമമായിട്ടുള്ള ബന്ധം എന്താണ്? അത് പിന്നെ വിജയകൃഷ്ണൻ സാർ ഒരു പടം ചെയ്തിരുന്നു, മയൂര നൃത്തം. അപ്പോൾ അതിനകത്ത് അഭിനയിക്കാനായിട്ട് വിക്രം സാർ ഇങ്ങനെ വന്നു. അപ്പോൾ അന്ന് പുള്ളി രക്ഷപ്പെടുമോ ഉണ്ണാൻ എന്നൊക്കെ പറഞ്ഞ് മലയാളമൊക്കെ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിലാണ്, മസ്കറ്റ് വാർഡനിലെ തൊട്ടപ്പുറത്താണ് വിജയകൃഷ്ണൻ സാറും. പിന്നെ അങ്ങനെ കുറേ നമ്മുടെ കോബാങ്ക് ടവേഴ്സിന്റെ താഴെ, അതിൻ്റെ താഴെ. അങ്ങനെ അവിടെ 2-3 ദിവസം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. അതും അതിനകത്ത് ഞാൻ ചെയ്യേണ്ട ഒരു വേഷമാണ്. വേറൊരു പയ്യനെ അതിനകത്ത് ചെയ്തിരിക്കുന്നത്. നല്ല സമയമായതുകൊണ്ട് അതൊന്നും നോക്കണ്ട. നമുക്ക് വേണ്ടി ഇന്ന് ഈ കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ എന്താണ് ചെയ്തത്? അല്ല, ഞാൻ ഇപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഞാനിപ്പോൾ ഈ കോമഡി ആയിട്ട് ചെയ്യുന്നില്ല, അത് ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അല്ലേ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഓരോരുത്തരെ നമ്മൾ കഥ പറയുകയാണെങ്കിലേ, എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നാണ് എനിക്ക് കുറച്ച് ഈ സ്കിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറേ സംഭവങ്ങൾ കിട്ടുന്നത്. നമ്മളന്ന് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിക്കിലില്ലല്ലോ കയ്യിൽ. അത് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് കോളേജിലും അങ്ങനെ പോയിട്ടൊന്നുമില്ല, പൈസ ഉണ്ടാക്കുക എങ്ങനെയെങ്കിലും പോയിട്ട് 2 മടക്കടിക്കുക, അതാണ് പുള്ളിയുടെ സ്വഭാവം. അപ്പം ഒരു സന്ധ്യസമയം ആയപ്പോഴത്തേന് ഈ നമ്മുടെ ഈ ഗ്രാമത്തിൽ ഈ കുഞ്ഞ് ബൾബ് കത്തിയാൽ അതിന് നമ്മൾ ചിരിക്കുന്നത് നല്ല പ്രകാശം കാണും. അത്ര ലൈറ്റാണ്, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒക്കെ. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ മുരിങ്ങക്ക വിൽക്കുകയാണ് ഇങ്ങനെ 10 എണ്ണം 10 രൂപ.
ഭയങ്കര വിൽപ്പന. ആൾക്കാർ വന്ന് സന്ധ്യ വാക്കിന് മേടിച്ചോണ്ട് പോവാണ്. നേരം വെളുത്ത് കക്ഷി മറ്റവൻ്റെ തപ്പി കിടക്കുകയാണ്. രായനെ കണ്ടായിരുന്നു? ഇല്ല. രായനെ കണ്ടാ? ഇല്ല. എല്ലാവരും രായനെ തിരക്കുന്നു. അണ്ണാ എന്തിനാണ് രായനെ തിരക്കുന്നത്? മുരുങ്ക മുറ്റിയ മുരുങ്ക. അവൻ അങ്ങനെ മുറ്റിയ മുരുങ്ക കൊണ്ടുതരും. പക്ഷെ അതൊന്നും അല്ലടേ. പിന്നെ എടാ മുരുങ്ങക്ക എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കൊണ്ട് എൻ്റെ പെണ്ണുമ്പിളടെ കൊണ്ട് കൊടുത്ത് മൊത്തം കണിക്കുന്നടക. പിന്നെ ഒരാഴ്ച പുള്ളി വരത്തില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഇതിന്റെ ചൂടാറുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു തലയൊക്കെ വന്ന് ഇങ്ങനെ പതുക്കെ അത് വഴി വരും. അപ്പൊ ഇതൊക്കെ ഞങ്ങളുടെ അങ്ങനെയൊക്കെ ഈ സ്കിറ്റ് നമ്മൾ ഇരുന്ന് അതിനകത്ത് ഒരു ത്രെഡ് ഇട്ട് കൊടുക്കും. പിന്നെ ഞങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്ന് അയച്ചിരിക്കും. അതുപോലെ ഒത്തിരി ഒത്തിരി സംഭവങ്ങളുണ്ട്. ഈ അതുപോലെ പറഞ്ഞു തരാറുണ്ട്. ഈ നമ്മുടെ ഈ തെങ്ങൻ തോപ്പിൽ ഒരു VIP ഏരിയയാണ്, ഒരു വയലിൻ്റെ സൈഡിൽ. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ചീട്ടുകളിയും ഈ പൈസ വെച്ച് ഭയങ്കര ചീട്ടുകളിയാണ്. വെള്ളമടി, കഞ്ചാവ്. അതാണ് VIP ഏരിയ. അല്ല, അവിടെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. VIP ഏരിയ എന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ ഇങ്ങനെ സംഭവം നടക്കുന്നു. ഇടയിൽ കയറി അങ്ങനെ നടന്നിരുന്നപ്പോഴേ ഇവിടെ ആരോ ഇടിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞു. പോലീസ് വന്നു. SI ഭയങ്കര ചൂടനാണ്. പുള്ളി ഇങ്ങനെ ജീപ്പ് കൊണ്ട് ചവിട്ടി ഇറങ്ങി. എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നതിനോട് കുറേ പേര് ഓടി. ഒരാൾ മാത്രം വയലിൽ കിടന്ന് ഭയങ്കര കള, ഭയങ്കര കർഷകൻ. SI ചോദിച്ചു, ഞാൻ പറഞ്ഞു വന്ന വാക്കിന് ഒരെണ്ണം കൊടുത്തു. സാറേ, ഒരു കർഷകനെയാണോ അടിക്കുന്നത്? കുണുക്കിട്ടാന്നോടാ പട്ടി കിളയ്ക്കുന്നത്. എടുക്കാൻ മറന്നുപോയി വെപ്രാളത്തിന്. ഇല്ല, പേപ്പറിൽ ഒട്ടിച്ചു വെച്ചാ ഞാൻ ചെവിയിൽ. തീർച്ചയായും ഈ പറഞ്ഞ പോലെയുള്ള ഒരുപാട് സ്കിറ്റുകളുടെയും ഇതിന്റെയൊക്കെ ഭാഗമായിട്ടുണ്ട്. തിരിച്ചടാ, ഏറ്റവും കോമഡി പറയുന്ന ആൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. അങ്ങനെ പലരും സിനിമയിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. അതിലൊരാളാണ് കലാഭവമണി എന്ന് പറയുന്ന ഒരാൾ. സുഹൃത്ത് സദസ്സുകളിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ എനിക്ക് കുറെ നാളുകളായിട്ട് തോന്നിയിട്ടുള്ളതാണ് ഈ ജോണി ആന്റണി ചേട്ടൻ. പുള്ളി ഇതുപോലെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ എനിക്കൊരു ആക്ടർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. കറക്റ്റ് ആയിരുന്നു പുള്ളി ഇപ്പൊ സിനിമകളിൽ. അതുപോലെ ഞാൻ കണ്ടിട്ടുള്ളതാണ് നന്നായിട്ട് പ്രസന്റ് ചെയ്യും. ടൈമിങ് എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് പ്രസന്റ് ചെയ്യുന്നത്. അത് പാഴായി പോകില്ല. ഇപ്പൊ പറഞ്ഞത് രണ്ടെണ്ണം കണ്ടില്ലേ, നല്ല ഹ്യൂമറാണ്. അത് അവിടെ നിന്ന് ഇവിടുന്ന് കേട്ടിട്ട് പറയുന്നല്ലേ, ഇദ്ദേഹം കണ്ട് ഒബ്സർവ് ചെയ്ത് പ്രസന്റ് ചെയ്യുന്നതാണ്. ശരിക്കും അത് സ്ക്രിപ്റ്റഡ് പോലെയാണ് ചെയ്യുന്നത്. രഞ്ജിത്തിലൊരു ഉഗ്രൻ റിയലിസ്റ്റിക് ആക്ടർ ഉണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ എല്ലാ വൃക്ഷങ്ങളും ഒറ്റ സമയത്തല്ല പൂക്കുന്നത്. പേരക്ക വഴുക്കുമ്പോൾ ചക്ക വഴുകണമെന്നില്ല, ചിലപ്പോൾ പൈനാപ്പിൾ ഉണ്ടാവണമെന്നില്ല. അപ്പം അതിന് ഓരോ വൃക്ഷങ്ങൾക്ക് അതിൻ്റെതായ സമയങ്ങളുണ്ട്. ആ സമയത്ത് കൃത്യമായിട്ട് പഴുക്കും, അല്ലെങ്കിൽ ചവർക്കും. പഴുക്കാതെ തിന്നു കഴിഞ്ഞാൽ ചവർക്കില്ല. അപ്പം പഴുക്കട്ടെ, ശരിക്കും പഴുക്കുമ്പോൾ ചക്കയൊക്കെ ഇരിക്കുന്നത് ഒരുപാട് തിന്നാനുണ്ടാവും. അപ്പം അതുകൊണ്ട് റിയലിസ്റ്റിക് ആക്ടറാണ്. അവരൊന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല, എന്തായാലും തെളിയിക്കപ്പെടും, യാതൊരു സംശയമില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷം. ശശിയേട്ടാ, ഞാൻ സാറെ കുറേ സ്ഥലത്തെല്ലാം കണ്ടിട്ടുണ്ട്. ഞാൻ പടത്തിലായിട്ട് നമ്മൾ മയൂക വിക്രമിന്റെ പടം പറഞ്ഞില്ലേ, അതെ അതെ അതെ, അതിലെ പടത്തിൽ ഞാൻ ആ ഫൈറ്റ് മാഷായിരുന്നു. എനിക്കറിയാം, നമ്മൾ അന്ന് പരിചയപ്പെട്ടിരുന്നു. അന്നേരം പരിചയപ്പെട്ടത്. അതിനുശേഷം പിന്നെ കാണുന്നതാണ്. ഇന്നാ കാണും ആ പടം. പക്ഷെ പിന്നീട് ഇതായില്ല അല്ലേ? അല്ല, പടം വിജയിച്ച് തരക്കേടില്ല. വിക്രമെല്ലാം ആദ്യത്തെ പീരീഡ് അത്. അതിലെ ഹീറോ അല്ലേ? വിക്രം തന്നെ ഹീറോ. അല്ല, രഞ്ജിത്തിനെ ഇപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഒരുപാട് പ്രേക്ഷകർ ഉള്ള ഒരാളാണ്. 8 വർഷക്കാലം ഒരു പ്രോഗ്രാം ഹിറ്റാക്കിയതാണ് ഒരു ചാനലിൽ. അപ്പോൾ അത് നിസ്സാര സംഭവമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമയിലൊക്കെ ഇനി ഒരുപാട് വേഷങ്ങൾ ചെയ്യേണ്ട ആളാണ്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇവിടെ വന്നു എന്നുള്ളതിലാണ്. പിന്നെ അതിലുപരി നമ്മളൊന്നും ഫീൽഡ് വിട്ട് മാറിപ്പോകാതെ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. ഇനിയും രഞ്ജിത്തിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് സിനിമകളും ഒരുപാട് കോമഡി സീരിയലൊക്കെ ഞങ്ങൾ ഒന്ന് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പറയുന്ന പോലെ കഥ പറഞ്ഞ സമയം പോകുന്നൊന്നും അറിയത്തില്ല. ഇടയ്ക്ക് ഫോണിലൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ ഒരുപാട് വർഷത്തിന് ശേഷമാണ് നേരിട്ട് ഇപ്പോൾ കാണുന്നത്. ഒരുപാട് സന്തോഷം രഞ്ജിത്ത്. ഇനി ഒരുപാട് വർക്കുകളൊക്കെ ഇട്ടിട്ടെ, ഒരുപാട് സിനിമകളൊക്കെ കിട്ടട്ടെ. സന്തോഷം. അല്ല, ഞാനെന്ത് പറയാനാണ് ഇപ്പൊ? അതായത് ഈ രഞ്ജിത്ത് ഭായ് എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടൊട്ടുള്ള കുറെ സീരിയലുകൾ ഇതുപോലെയുള്ള ഈ പറഞ്ഞ പ്രോഗ്രാമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതെ അതെ അതെ, ഞാനും ആഗ്രഹിക്കാറുണ്ട് ഇദ്ദേഹം എപ്പോഴാണ് ഇങ്ങനെ വരുന്നതെന്ന് ചിന്തിച്ചിരിക്കാറുണ്ട്. ഞാൻ ഈ സീരിയലിൽ ഒരു കേണലിന്റെ വേഷം ചെയ്തിട്ടുണ്ട്. ഞാൻ ജമ്മുവിലുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു. അത് ശരി. അത് എൻ്റെ ഒരു സ്ഥിരം ഒരു വാക്കുണ്ടായിരുന്നു, ഈ ചാഹിനഗിമേ സുരബാലൊക്കെ ഗഹനമേ ഗൂന്താ ജാവൂ. ആ, എന്താണ് അതോടി പറയും? ചാഹിനഗിമേ സുരബാലൊക്കെ ഗഹനമേ ഗൂന്താ ജാവൂ. പോയമാണ്, ഹിന്ദി പോയമാണ്. ശരിക്കും തബലയിലൊരു ചൊല്ലാണ്, തബലയുടെ ചൊല്ല് കേട്ടല്ലേ? അല്ല, അത് പറഞ്ഞപ്പോഴേ താളുണ്ടേ ഞാൻ. അല്ല, അത് കേരളം പറഞ്ഞപ്പോഴേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേന് ഈ കഥാപ്രസംഗം നടന്നുകൊണ്ടിരുന്നപ്പോഴേ ഈ ഇത് നമ്മുടെ അടിക്കുന്ന ആള് വന്നില്ല. സിമ്പിൾ. അപ്പൊ തവലക്കാരൻ പറഞ്ഞു 150 രൂപ അതിനും കിട്ടും. സാറേ, ഞാനത് അഡ്ജസ്റ്റ് ചെയ്തോളാം. നീ എങ്ങനെ ചെയ്യും? സാറ് കഥ തുടങ്ങ്, ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റോളാം. അപ്പം എൻ്റെ കഥയുടെ പേര് എന്ന് ഏതെങ്കിലും ഒരു പേര് പറയണേ. അപ്പൊ ഞാൻ തബലയാണ്. നീ നന്നായിട്ട് പറയും ചോദിച്ചു. നന്നായിട്ട് ഞാൻ നന്നായിട്ട് സിമ്പിൾ വീണാ പോരെ? ഓക്കെ പറഞ്ഞു സാറ്.
പറഞ്ഞോളൂ, കഥ പറഞ്ഞോളൂ. ഉറപ്പല്ലേ ഇടും? തബലയാണെങ്കിൽ ആ സിമ്പിളൊക്കെ കറക്റ്റ് ടൈമിന് വീണിരിക്കും. എന്റെ കഥയുടെ പേര് അപ്സരസ്. സിമ്പിൾ ഇത് ഒന്ന് വരും. മലയാളിക്ക് നിരവധി ചിരിമുഹൂർത്തങ്ങൾ സമ്മാനിച്ച നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട രഞ്ജിത്ത് ചെങ്ങമനാടിന് നേരത്തെ ടിൻചേട്ടൻ പറഞ്ഞ പോലെ ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റാണ്. ഒരുപക്ഷെ എനിക്ക് കൊണ്ട് വേണ്ട രീതിയിലുള്ള ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല ഇതുവരെയും. ഇനി അങ്ങോട്ട് അതിന്റെ ദിവസങ്ങളാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് എനിക്ക് ശരിക്കും ഈ പറഞ്ഞതുപോലെയാണ് ഒരു 12-14 വർഷം മുമ്പുള്ള 14 കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ്. 14 2000-ലാണ് അല്ലെ? ഒരു 20 വർഷമെങ്കിലായി കാണും. അതാണ്. അപ്പൊ ആ കാലഘട്ടത്തിലുള്ള പരിചയമാണ്. അപ്പൊ ഇതിങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം. ഗംഭീരമായിട്ട് ഇനി മുമ്പോട്ട് പോട്ടെ. വള്ളിക്കെട്ടില് ഡബ് ചെയ്തായിരുന്നു? സ്വന്തമായിട്ട് ഡബ് ചെയ്തോ അതോ വേറെ ആളാണോ ഡബ് ചെയ്തത്? ഇല്ല, വേറെ ആളാണ്. ഈ നമ്മളെ സ്ലാങ് പിടിച്ചില്ല അല്ലെ? ക്യാരക്ടർ എന്താണ് വള്ളിക്കെട്ടിൽ? ഈ വില്ലൻ എന്ന് പറയുമ്പോ എന്താണ് അതിനകത്ത്? ക്യാരക്ടർ മീൻസ് ലൈക്ക് ഒരു പട്ടിക്കാട് ഗ്രാമത്തില് ഒരു എന്താ പറയാ, ഒരു എല്ലാ ദുശീലുള്ള ഒരു വൃത്തികെട്ടവൻ. അതാണ്. അതെ. അയ്യോ, അതാണല്ലേ ഞാനും ഇതന്നെ ചെയ്തോണ്ടിരുന്നത്. അല്ല ശരിക്കും കേട്ടോ, അത് ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും എന്തായിരുന്നാലും ഇത് പിന്നെ മുമ്പോട്ട് പോകാനും പറ്റുള്ളൂ. അത് തീർച്ചയായും. ഫൈറ്റ് അച്ഛൻ പറഞ്ഞു തന്ന രീതിയിലൊക്കെ ഉള്ള ഫൈറ്റ് എത്രത്തോളം പോയി? ഇവൻ ഹീറോമാര് ഒരു 2 ഫൈറ്റും അസ്കറായിട്ട് 2 ഫൈറ്റ്, അങ്ങനെ 4 ഫൈറ്റ്. ഇവന്റെ സെപ്പറേറ്റ് ട്രാക്ക് വേറെ, ഇവൻ വേറെ ആളെ അടിക്കുന്ന മാതിരി ഒരു സോളോ ഫൈറ്റ്. ശശിയേട്ടാ, ഫൈറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഫൈറ്റ് ചെയ്യണ ആളാരാ? ശശിയേട്ടൻ്റെ കൂടെ ലാലേട്ടനുണ്ട്, മമ്മൂക്കയുണ്ട്. മമ്മൂക്ക വന്നിട്ട് റോപ്പില് ഭയങ്കര ഇൻട്രസ്റ്റാ ചെയ്യാൻ. ലാലേട്ടൻ പറഞ്ഞ ആര് കൂടെ ഫൈറ്റ് ചെയ്താലും ആളെ കൊണ്ടുപോകും. അറിയാത്ത ആളായാലും അയാളെ കൊണ്ട് ഫൈറ്റ് ചെയ്ത് കൊണ്ടുപോകും. മമ്മൂക്കൊക്കെ റോപ്പിനോട് ഭയങ്കര ഇഷ്ടം. പൃഥ്വിരാജ്, ദിലീപാടിന്റെ ഒരു ക്യാരക്ടർ വേറെ ഒരു കോമഡി ലൈന്, പൃഥ്വിരാജ് സീരിയസ്. അങ്ങനെ ഓരോരുത്തരെ നമ്മൾ അവരവരെ എങ്ങനെ ചെയ്യാൻ പറ്റും അത് വെച്ചിട്ടാണ് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അവരെ ഒരു സ്റ്റൈല് വെച്ചിട്ട് കുറച്ചങ്ങനെ. അതെന്തായാലും വലിയ കാര്യമാണ് ശശിയേട്ടാ. അതാണ് എല്ലാവർക്കും ഉള്ള വിശ്വാസമാണ് ശശിയേട്ടാ. അതെ. അപ്പൊ തീർച്ചയായും നമുക്ക് അടുത്തത് കിടിലം കോമഡി ഉത്സവം പവർഡ് ബൈ കേരള മാട്രിമോണിയിൽ. ഇനി അടുത്തത് മിമിക്രി കോമ്പറ്റീഷനായിട്ട് എത്തുന്നു കൃഷ്ണേന്ദു ആൻഡ് രാംലാൽ. കൃഷ്ണേന്ദു, എവിടെ വീട്? എന്റെ സ്വന്തം വീട് തകഴിയിലാണ്. ഞാൻ ഓച്ചിറയിൽ താമസിക്കുന്നത്. എന്ത് ചെയ്യുന്നു കൃഷ്ണേന്ദു? ഞാൻ സിംഗറാണ്. ശരി. പ്രൊഫഷണൽ സിംഗറാണ്. ഏത് ട്രൂപ്പ്? തൊടുപുഴ ലോഗോ ബീറ്റ്സ്. ഓ ലവ്ലി. അപ്പോ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് പാടാൻ പോണേ? ഞാൻ നിത്യശ്രീ, ജാനകിയമ്മ, മിമ്മിനി. ഓൾ ദി ബെസ്റ്റ്. സ്കൂളിൽ പഠിക്കണം? പ്ലസ് 1 തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര എന്ന് പറഞ്ഞ SMT GHS സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ അവിടെ സ്കൂളിലെ താരമാണോ അപ്പൊ മിമിക്രിയുടെ? അല്ല, ചെറിയ തോതില്. ആരൊക്കെയാ മിമിക്രിയില്? ഞാൻ ചാളമേരി ദ്രോഹിച്ച മോളി ചേച്ചിയുടെ ശബ്ദം, അതുപോലെ ഇന്ദ്രൻ സേറിന്റെ ശബ്ദം, ഗിന്നസ് പകർച്ചേന്റെ. അപ്പോ കൃഷ്ണേന്ദു നമ്പർ പറയും. നമ്പർ 6. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6. ഇന്ദ്രൻ ചേട്ടന്റെ ഇവിടെ ലിസ്റ്റിലുണ്ട്. വരാം. കൃഷ്ണേന്ദു പക്ഷേ ട്രൈ ചെയ്യണം. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം. നീയായിരുന്നു? ഞാൻ വിചാരിച്ചത് പട്ടി ഓരിയിടുകയായിരുന്നു. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? ഇന്ദ്രൻസ് ലിസ്റ്റിലുണ്ട്. തീർച്ചയായിട്ടും പാണ്ടിപ്പട എന്ന ചിത്രത്തിലെ രംഗം. ഞാൻ എന്തിനാ ഓട്ടിക്കണത്? കള്ളു കുടിക്കാം. ഓട്ടി ശരിക്ക് വീട്ടിൽ കിട്ടും. ഇനി പടം ആരാ മണ്ടൻ? ഓ ഇരുമണ്ട കലകി. അപ്പോ നമ്പറും രാംലാലിന്റെ നമ്പർ 1. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 1. നിത്യശ്രീ അല്ലേ? നിത്യശ്രീ ലിസ്റ്റിലുള്ളതാണ്. വരാം. ട്രൈ ചെയ്തോ. അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കും. താൻ ആരുവാ? കുഴപ്പമില്ല കേട്ടാ. നിത്യശ്രീ കേൾക്കാം.
Lovely. കാലക്കി. അപ്പൊ ഇനി നമ്പറും കൃഷ്ണേന്ദുണ്ട് പറയും. നമ്പർ 7. Let's open number 7. നിന്റെ വട്ടപ്പേര് പറയടാ. ഭദ്രേ താപസകന്യ ആശ്രമമേതെന്ന് ചൊല്ലു, അല്ല ആശിപ്പതെന്തെന്ന് ചൊല്ലു. കലക്കി. Okay. രാംലാൽ. 4, number 4. Let's open number 4. ലിസ്റ്റിലുള്ള മോളി ചേച്ചി. ഓ നീ ഫുൾ ടൈം ഫേസ്ബുക്കിലാണല്ലോ. നീ ആ കളിക്കാൻ വേണ്ടി സ്വൈര്യം കൊടുക്കണട്ടാ. അതിന് നീ കളിക്കാൻ വേണ്ടി നേരിട്ട് കണ്ടിട്ടുണ്ടോ? അതാ ഇപ്പൊ കണ്ടു. ഞാൻ തന്നെയാണ് എപ്പോഴും ചോദിക്കും പിശാചി ഞാനെന്ത് ഡ്രസ് ആയിട്ടേക്കണത്. ഞാൻ എപ്പോഴും ചട്ടയും മുണ്ടുമായിരിക്കും. ഇനി മേലാ ചോദിക്കരുത്. രാംലാൽ. അപ്പോ ലാസ്റ്റ് നമ്പർ കൃഷ്ണേന്ദുണ്ട്. നമ്പർ 3. 3. Let's open number 3. മിൻമിനി. Last number, Ramlal. Number 15. Let's open number 15. Gopinath. വിഷ്ണു, മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്. വിഷ്ണുവിൻ്റെ കയ്യിൽ ഒരു 10 രൂപയുണ്ട്. അഖിലിൻ്റെ കയ്യിലും ഒരു 10 രൂപയുണ്ട്. Thank you. തിരിച്ചേട്ടാ രണ്ടുപേരുടെ 3 നമ്പറുകളേനു നമുക്ക് തിരിച്ചേട്ടാ സ്വാഗതം ചെയ്യാം. കൃഷ്ണേന്ദു, ലാസ്റ്റ് ഒരാളും കൂടിയ ലിസ്റ്റിലുള്ളൂ അല്ലെ? ആരാണത്? ജാനകി അമ്മ. കേൾക്കാം. இதயம் இதயம் எரிகின்றதே, இறங்கிய கண்ணி அணைகின்றதே, உள்ளங்கையில் ஒழுகும் நீர் போல் என் உயிரும் கரைவதென்ன, இருவரும் ஒரு முறை காண்போமா, இல்லை நீ மட்டும் என்னோட காண்பாயா, அல்ல என்ற ஜோதிய காதலை எரிப்பது சரியா பிழையா, விடு நீ சொல்லையா, மார்கழி திங்கள் அல்லவா, மதி கொஞ்ச நாள் அல்லவா, இது கண்ணன் பெரும் பொழுதல்லவா. ഇനി രാംലാൽ ലിസ്റ്റിൽ ഒരാള്. ഗിന്നസ് പക്രു ചേട്ടൻ. മാതുല ഇറക്കി വിട എന്റെ പെണ്ണിനെ. ഓമനെ ഓമനെ നീ അപ്പോ പൊട്ടക്കറി, ഓമനെ അണ്ടിപ്പരിപ്പോ അത് പൊക്കത്താ, എനിക്ക് എത്തത്തില്ല. ഓമനെ ഇന്ന് ഫ്ലൈ കിസോ. എങ്ങനെയുണ്ട് രണ്ടുപേരും? രാംലാൽ. രാംലാൽ. രാംലാല് ശരിക്കും നമ്മുടെ മറ്റേ ഫിലിം ഡിവിഷന്റെ സിനിമയിലൊക്കെ ക്യാരക്ടറിനിടുന്ന പേരാ രാംലാൽ. ഒരു കർഷകനായിരുന്നു. താങ്കൾ ഒരു കർഷകനാണോ? ഏകദേശം ചെറിയ തോതിൽ. സ്കൂളിൽ കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. +1 +1 പഠിക്കുന്ന ഒരാൾക്ക് എടുത്താ പൊങ്ങാത്ത കുറെ കാര്യങ്ങളാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാംലാലിന്റെ ഫിഗറിന് പറ്റുന്ന ആൾക്കാരെ തന്നെ സെലക്ട് ചെയ്ത് അല്ലേ? അതെന്താ അങ്ങനെ സെലക്ട് ചെയ്ത്? ഇന്ദ്രൻ ചേട്ടൻ ഈ തൊണ്ടെന്ന് അതൊക്കെ വരുള്ളൂ അല്ലേ? പക്ഷെ വന്നതെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കൃഷ്ണേന്ദു യഥാർത്ഥത്തിൽ ഒരു പ്രൊഫഷണൽ സിംഗറാണ്. ഇവിടെ വരുന്ന സിംഗേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന മികച്ച സിംഗേഴ്സാണെന്നുള്ളതാണ്. അവര് ഒരു പ്ലാറ്റ്ഫോം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 3 പേരെ അനുകരിക്കുന്നത് അല്ലേ? ഇവിടെ വന്നിട്ട് പാടാൻ കഴിവുണ്ടെന്ന് തെളിയിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് യഥാർത്ഥ സിംഗിങ് തന്നെയാണ്. ഗാനമേളക്ക് പാടുന്നുണ്ട് അല്ലേ? നല്ല പൊട്ടൻഷ്യലുള്ള ഒരു സിംഗർ തന്നെയാണ്. അപ്പോൾ സിംഗിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതിപ്പോൾ തൽക്കാലം ഇവിടെ അല്ലെ ആൾക്കാരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് നല്ലൊരു കാര്യമാണ്. കാരണം ഒരു പ്ലസ് ആണ്. ഒരു പാട്ടുകാരിനെ വിളിച്ചാൽ കുറച്ച് അനുകരണം കൂടി കേൾക്കാൻ സാധിക്കും. എന്തായാലും രണ്ടുപേരും നല്ല ആർട്ടിസ്റ്റാണ്. ശശിയേട്ടാ
ഞാനിപ്പോൾ ഇടക്കിടക്ക് ഓരോ ഷോയിൽ കാണും, ഓരോരുത്തർ പാട്ട് പാടുന്ന ഇതുമാതിരി മിമിക്രി ചെയ്യുന്ന എല്ലാം രണ്ടുപേരും നല്ല ധൈര്യം ചെയ്യുന്നുണ്ട്. താങ്ക് യു ചേട്ടാ. സന്ദീപ്, ഹൗ വാസ് ഇറ്റ്? നന്നായിട്ടുണ്ട്. പക്ഷേ ആ സ്പീച്ചെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ വോയിസ് തന്നെ തമിഴ് സ്ലാങ് ആണ്, അത് കാരണം അപ്രീഷിയേറ്റ്. താങ്ക് യു സന്ദീപ്. എന്തോ രാംലാൽ രണ്ടുപേരും തകർത്തു, ഗംഭീരം. താങ്ക് യു സർ, താങ്ക് യു. എനിക്ക് അതിശയം വരുന്നത് രാംലാൽ എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ +1 ആയതേ ഉള്ളൂ. അപ്പോൾ സാധാരണ നമുക്ക് സൗണ്ടൊക്കെ ഒന്ന് വേരിയേഷൻ വരുന്നത് 10ലും അല്ലെ +1 ഒക്കെ വരുമ്പോഴാണ് ബേസ് കൂടുന്നതും അല്ലെ ബേസ് കുറയുന്നതും ഒക്കെ ആ സമയത്താണ്. പക്ഷേ എടുത്ത 3 സ്റ്റാർട്സും പെർഫെക്ഷൻ ആയിരുന്നു. എങ്ങനെ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് സ്റ്റേജിൽ നിന്ന് ചെയ്യുന്നോ അതേ പെർഫെക്ഷൻ ചെയ്തു എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. അതായത് നമ്മൾ 3 സ്റ്റാർട്സ് എടുക്കുന്നുള്ളൂ, ആ 3 സ്റ്റാർട്സ് നമുക്ക് പറ്റിയ ടോണിൽ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് മുമ്പോട്ടുള്ള വളർച്ചയിൽ ഇപ്പം മുമ്പോട്ട് ഒരുപാട് സ്റ്റാർട്സുകൾ ഇനി എടുക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ആണ്. പിന്നെ കൃഷ്ണേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ല വോയിസ് കേട്ടോ. കാര്യം നമ്മളൊക്കെ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ജാനകി അമ്മയുടെ മിൻമിനിയെ നമ്മൾ ഒറ്റ പാട്ടിലൂടെ തന്നെ മലയാളികളും എല്ലാവരും ഇഷ്ടപ്പെട്ടതാണ്. മിൻമിനി ഇടക്കാലഘട്ടങ്ങളിൽ അവർക്ക് എന്തോ പാടാൻ പറ്റാത്ത അവസ്ഥകളിൽ പോലും നമ്മൾ വീണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. അപ്പോൾ അവരുടെ പാട്ടുകൾ നിത്യശ്രീ എല്ലാം വളരെ മനോഹരമായിട്ട് പാടി. നല്ലൊരു സിംഗറാണ്, നല്ല വോയിസ് ആണ്. ഒരുപാട് പ്രോഗ്രാംസ് കിട്ടട്ടെ. പിന്നെ ഇടയ്ക്ക് പറഞ്ഞ പോലെ ഇവിടെ വന്ന ജാനകിയമ്മയുടെ ഓരോ പാട്ടൊക്കെ പാടി ഇടയ്ക്ക് പോവുക അല്ലേ? അല്ല, എനിക്ക് രാംലാലിനെ കുറിച്ച് പറയാനല്ലേ? അല്ലെ രാംലാലല്ലേ? രാംലാൽ ആണ് പറഞ്ഞ. അപ്പൊ ഈ ശരിക്കും ഇപ്പൊ ഈ പ്രായത്തിലാണെങ്കിലും നല്ല ബേസാ ഉള്ളിക്ക്, നല്ല സൗണ്ട് ഉണ്ട്. ഇനി സ്റ്റാർ കുറെ ചെയ്യാൻ പറ്റി സൗണ്ട് വെച്ചിട്ട്. ഒരുപാട് ശ്രമിച്ചാൽ പറ്റും. എന്തായാലും ചെയ്ത് സൂപ്പർ ആയിരുന്നു. പിന്നെ കൃഷ്ണേന്ദുവിനെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ കേട്ടത് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കുറെ പേര് അനുകരിച്ച് പാടിയാലും ഏറ്റവും സൂപ്പറായിട്ട് പാടിയാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ അവിടെ വെച്ചിട്ട് തൃപ്തി വരുന്നു. കാരണം നമ്മൾ വളരാൻ ആഗ്രഹിക്കണം, എപ്പോഴും ഉയരങ്ങൾ കീഴടക്കണം. ഞാൻ അങ്ങനെ കീഴടക്കിയിട്ടുണ്ട്. അറിയാം, മറ്റേ ഹിമാലയത്തിൽ എവറസ്റ്റ് കൂടെ പോയില്ലേ? എവറസ്റ്റിനെ ചമ്മിച്ചറിന്റെ അതായത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി. ശരിക്കും എവറസ്റ്റിനേക്കാളും വലിയൊരു കൊടുമുടി എനിക്ക് ഉണ്ടാക്കണമെന്നൊരു ഇത്. അങ്ങനെ സാബു സിറിലിനെ കണ്ട് സംസാരിച്ച പുള്ളി സെറ്റ് ഇട്ട് തരാന്ന് പറഞ്ഞു. സാബു സിറില് അങ്ങനെ പുള്ളി ഒരു സെറ്റ് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് എവറസ്റ്റിനേലും ഒരു ഹൈ പൊക്കത്തില് അതിന്റെ മുകളിൽ എന്നെ കൊണ്ട് നിർത്തി. അതായത് നമ്മുടെ ആ ഈ ഇതില്ലേ, എന്താ പറയാ, ഈന്തപ്പഴത്തിന്റെ ഉള്ളിൽ അണ്ടിപ്പിരി പോക്കൂലേ, അതുപോലെ ഈ ഹിമാലയത്തിന്റെ ഏറ്റവും മുകളിൽ ഞാൻ ഹിമാലയം തൊട്ട് താഴെ ഹിമാലയം ചമ്മി. അപ്പൊ ഞാൻ നോക്കുമ്പോ 2 പിള്ളേര് വലിഞ്ഞു കയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ ആരാണ്? ടെൻസിങ് ഹിലാരി. തുടങ്ങിയ പിന്നെ നിർത്തൂല. അല്ലെ സത്യമാണ് പറയണത്. അപ്പൊ വന്നപ്പോ ഇവർക്കും റൂട്ട് മാറിപ്പോയി. ഹിമാലയം എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ കയറി വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, തൊട്ടപ്പുറത്ത് കാണാണ് ഹിമാലയം, താഴെ കാണാണ് ഹിമാലയം. അപ്പൊ ഇവരുടെ റോപ്പ് എടുത്ത് ഒറ്റ കറക്കി ഒറ്റ ഇറങ്ങി എടുത്ത് ഹിമാലയത്തില്. ഇവരെ 2 പേരെ ഉണ്ടല്ലോ, ഇത് നമ്മുടെ ആരാണ് ടെൻസിന് ഹിലാരിനെ തൂക്കി ഇങ്ങനെ മുത്തുമാലയിൽ മുത്തുവർക്കൊണ്ട് 2 പേരെ തള്ളിത്തല്ലാണ്. ഇവര് പോണ പോക്കിൽ തിരിഞ്ഞു നോക്കി എന്നോട് പറഞ്ഞു, എന്റെ പൊന്നിക്കാണല്ലേ എന്ത് തള്ളിവിടലാണ് ഈ തള്ളണേന്ന് വെച്ചു. ശരിക്കും പറഞ്ഞാല് ആ കൊടുമുടിയാണ് ഇന്ന് പിൽക്കാലത്ത് പേര് മാറി നെടുമുടി എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. കേണൽ ആരെങ്കിലും അനുകരിക്കാറുണ്ടോ? കേണല് ശബ്ദം ഞാൻ ശരിക്കും നമ്മുടെ ആ സിദ്ദിഖ് സാറിനെയും അല്ല കറക്റ്റ് സിദ്ദിഖ് സാറും നമ്മുടെ ലാൽ സാറും ഇവര് പ്രായമായി കഴിഞ്ഞാലുള്ള സൗണ്ട് കൃത്യമല്ല, എന്നാലും നിർബന്ധിച്ചാൽ ഞാൻ വേണമെങ്കിൽ അനുകരിക്കും. വയസ്സായാലും കറക്റ്റ് ആണോന്നില്ല കേട്ടോ ഉള്ള കാര്യം പറയാം. ഞാനും ലാലും കൂടി പണ്ട് കലാഭവനിൽ വന്ന സമയത്ത് വളരെ പ്രയാസപ്പെട്ടാണ് അന്നൊക്കെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ ഉയരങ്ങളിലെത്തി. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് വേണ്ടിയിട്ട് ശ്രീലാലിനെ ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ശ്രീലാൽ എനിക്ക് കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന പാടാനുള്ള പാട്ടാണ്. കട 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 പെണ്ണ മൈലാഞ്ചി കിടക്കുന്നു നിന്നെ കട 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 കട. ഞാൻ പാളിപ്പോയാലാന്ന് കരുതിയിട്ട് മിണ്ടാണ്ടിരുന്നോളൂ. കലക്കട്ടോ, 2 പേരും സൂപ്പർ ആയില്ലേ? ഇപ്പൊ 2 പേരെയും കൈപിടിച്ചേപ്പിക്കട്ടെ. രഞ്ജടാ കിടിലൻ കോമഡി ഉത്സവം പവർഡ് ബൈ കേരള മാട്രിമോണിയിൽ ഇനി അടുത്ത ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. വരുന്ന കുടുംബത്തെ കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ. ഓംകാർ എന്ന നൃത്തവിദ്യാലയത്തിൽ നിന്നും കോമഡി ഉത്സവ വേദിയെ ത്രസിപ്പിക്കാനെത്തുകയാണ് ഒരു കൂട്ടം നർത്തക നക്ഷത്രങ്ങൾ. ആശ അനിൽ എന്ന നൃത്ത അധ്യാപികയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഓംകാർ എന്ന നാട്യക്ഷേത്രത്തിൽ നിരവധി പേരാണ് നൃത്തം അഭ്യസിക്കാനെത്തുന്നത്.
തിരുവാതിരക്കളിയിൽ ഗിന്നസ് റെക്കോർഡ്സ് ഉൾപ്പെടെ നേടിയിട്ടുള്ള ആശ ടീച്ചർ തന്റെ ഗ്രാമത്തിലെ കലാപരമായ കഴിവുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഒരു നൃത്തവിദ്യാലയം ആരംഭിക്കുന്നത്. UKG മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് വ്യത്യസ്തമായ നൃത്ത പ്രകടനങ്ങളുമായി ഉത്സവവേദിയിലെത്തുന്നത്. ഇതിനോടകം നിരവധി വേദികളിൽ തങ്ങളുടെ നൃത്തവിസ്മയങ്ങൾ അവതരിപ്പിച്ച ഈ സംഘം നൃത്തലോകത്ത് ഇന്ന് ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ഓംകാർ നൃത്തവിദ്യാലയത്തിലെ നർത്തക പ്രതിഭകൾക്ക് കോമഡി ഉത്സവവേദിയിൽ സ്നേഹസ്വാഗതം. आओ बच्चों तुम्हें दिखाएं झांकी हिंदुस्तान की, इस मिट्टी से तिलक करो ये धरती है बलिदान की। वंदे मातरम, वंदे मातरम। आओ बच्चों तुम्हें दिखाएं झांकी हिंदुस्तान की, इस मिट्टी से तिलक करो ये धरती है बलिदान की। वंदे मातरम, वंदे मातरम, वंदे मातरम, वंदे मातरम। संदेशे आते हैं हमें तड़पाते हैं, तो चिट्ठी आती है वो पूछे जाती है कि घर कब आओगे, कि घर कब आओगे, लिखो कब आओगे, कि तुम बिन ये घर सूना सूना है। चले चलो मेरे वतन के लोगों, जरा आँख में भर लो पानी, जो शहीद हुए हैं उनकी
संगीन पे धर कर माथा सो गए अमर बलिदानी जो शहीद हुए हैं उनकी जरा याद करो कुर्बानी तुम भूल न जाओ उनको इसलिए कही ये कहानी जो शहीद हुए हैं उनकी जरा याद करो कुर्बानी जय हिंद की सेना जय हिंद जय हिंद जय हिंद। पानी के धारे हैं जो वादा करते हैं करके ഇവിടെ വന്ന് പെർഫോം ചെയ്ത നിങ്ങൾ ഓരോരുത്തരും കേട്ടോ ഫുൾ എനർജിയിൽ പെർഫോം ചെയ്തതിന് ചേട്ടാ ഞാൻ അവിടെ നിന്ന് ഒരു സാധനം എടുത്തിട്ടുണ്ട് രമണ എന്നിട്ട് പറയാട്ടാ ഒരാൾ നോക്കിയിരിക്കുന്നുണ്ട് രണ്ട് പല്ലൊന്നുമില്ല ഏറ്റവും വലിയ ഭംഗി എന്താന്ന് പറഞ്ഞാല് ഇതുപോലുള്ള കുട്ടികളാണ് 10 വയസ്സുള്ള പിള്ളേരായിരിക്കും മാക്സിമം അല്ലേ ഇത്രയുള്ള കുട്ടികളാണ് ഏറ്റവും പ്രായം കൂടിയ ആളാരെ അതിനകത്ത് കൈവൊക്കെ ആരുമില്ലെന്ന് എല്ലാവർക്കും പ്രായം കുറവാണ് നിങ്ങളെ പഠിപ്പിച്ച ടീച്ചറിന്റെ പേര് ഇത് എല്ലായിടത്തും ഒരേ മ്യൂസിക് ഡയറക്ടറാണ് ഒരേ രീതിയിലാണല്ലോ കേൾക്കണത് ആശ മാഡം ആശ പ്ലീസ് കം വരും ടീച്ചർ അപ്പൊ അങ്ങനെ നമ്മുടെ എവിടത്തെ ഓഡിഷനില്ല കൊടുങ്ങല്ലൂർ ഓഡിഷനിൽ പങ്കെടുത്താണല്ലേ ഇവരെല്ലാരും ഇവരെല്ലാവരെയും കൂടി എവിടെ നേടി ടീച്ചർ ഇത് ഞങ്ങളുടെ പരിസരത്തുള്ള കുട്ടികളും തന്നെയാണ് പിന്നെ എന്റെ സ്റ്റുഡൻസും കൂടിയാണ് അവര് അല്ല ഇതില് യഥാർത്ഥത്തില് എന്ന് പറഞ്ഞാല് ഇപ്പൊ പുതിയ ജനറേഷനിൽ കുത്തിവെക്കേണ്ട ലഹരി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നാഷണൽ ഇന്റഗ്രിറ്റി കാരണം നമ്മൾ തമ്മിൽ തല്ലി ചാവുകയാണ് നമ്മുടെ കേരളത്തില് എത്രയോ പേര് അനാവശ്യമായിട്ട് നമ്മളുടെ രക്തത്തിന്റെ എല്ലാവരും നിറം ചുവപ്പാണ് ഒറ്റ നിറമുള്ളൂ പക്ഷെ നമ്മൾ എന്തിനു വേണ്ടിയാണ് തമ്മിൽ തല്ലി ചാവുന്നത് അപ്പോൾ ഈ പ്രായം മുതൽ ഇവരിൽ ഈ കളിച്ചതിന്റെ സ്പിരിറ്റ് യഥാർത്ഥത്തിലുള്ള സ്പിരിറ്റ് ഇവരിൽ ഇഞ്ചെക്ട് ചെയ്യുകയാണെങ്കിൽ ഇവരൊരിക്കലും വഴിതെറ്റി പോവില്ല ടീച്ചർ ഏറ്റവും വലിയൊരു നല്ല കാര്യമാണ് ചെയ്തത് വെറുതെ ഒരു സിനിമാ പാട്ടിട്ട് കളിക്കാതെ എന്താണ് ഇതിന്റെ യഥാർത്ഥ അർത്ഥം കൂടി ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇവർ ഒരിക്കലും വഴിതെറ്റി പോവില്ല ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെ പേരിൽ തമ്മിൽ തല്ലില്ല ടീച്ചറിന് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ശശിയേട്ടാ സംഭവം അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് നമ്മൾ എല്ലാ സമയത്ത് കോമഡി ഉത്സവം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ പ്രാവശ്യം പോകുന്നതന്നെ ഓരോ ദിവസം പോകുന്ന മാറി മാറി ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടുവരുന്നത് സന്ദീപ് ഡാൻസ് ഷോ എല്ലാം പെർഫെക്റ്റ് ആയിട്ടായിരുന്നു നന്നായിട്ടായിരുന്നു ഞാൻ ഓൾവേസ് കാണുന്നത് വന്ന് അച്ഛൻ കാണുന്ന സമയത്താണ് കോമഡി ഉത്സവം കാണുന്നത് അതിലാണ് ഞാൻ അഡിക്റ്റ് ആയി പോയത് പറഞ്ഞോട്ടാ ഞാൻ ആ സോങ്ങിൻ്റെ സെലക്ഷൻ ആദ്യം ഒരു നല്ല ഐഡിയ തരാണ് കാരണം
എന്താ പറയുക, നമ്മൾ ഈ പിള്ളേർക്ക് ആപ്റ്റായിട്ടുള്ള സോങ്ങുകൾ ആദ്യം കണ്ടെത്തി അതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് അത് ഭംഗിയാക്കുക എന്ന് പറയുന്നത് ടീച്ചറിന് നല്ലൊരു ഐഡിയ ഉള്ളതുകൊണ്ടാണ് ചെയ്തത്. പിന്നെ കുട്ടികളെല്ലാവരും ഒരാൾ പോലും എനർജിക്ക് ഒരു കുറവ് പോലും ഇല്ല എന്നുള്ളതാണ്. നമ്മളൊരു സിനിമയിൽ പോലും ഒരു പട്ടാളക്കാരൻ മരിക്കുന്നു അല്ലെങ്കിൽ പത്രത്തിൽ നമ്മൾ വാർത്ത കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫീലാണ്, നമുക്കൊരു വിഷമമാണ്. കാര്യം നമ്മളൊക്കെ നമ്മുടെ രാജ്യത്തെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, പട്ടാളക്കാരെ അതിലേറെ സ്നേഹിക്കുന്നുണ്ട്, പട്ടാളക്കാർ നമുക്ക് വേണ്ടിയാണ് കാവൽ നിൽക്കുന്നതും ഇതെല്ലാം ചെയ്യുന്നത്. പറ്റി ഇനി പറഞ്ഞ പോലെ ഇവിടെ ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതെല്ലാം നമുക്ക് ഇവരെ ഓർത്താണ് നമ്മുടെ വേവലാതികളും സങ്കടങ്ങളെല്ലാം. പക്ഷെ അത് ഇന്ന് ഈ സ്റ്റേജിൽ അത് കാണിച്ചപ്പോൾ നമുക്ക് തന്നെ ഒന്ന് അറിയാതെ നമ്മുടെ മനസ്സ് നിറഞ്ഞു പോയി. ഒരു മരണവും അതായത് അനുഗ്രഹം മേടിച്ച് അതിർത്തിയിലേക്ക് പോവുകയും അതിനുശേഷം മരിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് പിള്ളേരെല്ലാവരും വളരെ ഗംഭീരമായിട്ട് തകർത്ത് ടീച്ചർ എങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ അതിനേക്കാൾ വളരെ ഗംഭീരമായിട്ട് അതിവിടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. വലിയ ഒരു അഭിമാനമാണ് ടീച്ചർ ആ സ്കൂളിനും അതുപോലെ ഈ കോമഡി ഉത്സവം കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരു വലിയ അഭിമാനമായി മാറട്ടെ. ഈ കുട്ടികളെല്ലാം നാളത്തെ നല്ല യുവതലമുറകളായി മാറട്ടെ. ആ സ്കൂളിനും എല്ലാ കുട്ടികൾക്കും എൻ്റെ അഭിവാദനങ്ങൾ. താങ്ക് യു കേണൽ. ആദ്യം സല്യൂട്ട് കൊടുക്കട്ടെ ആദ്യം എൻ്റെ കാരണം വെച്ചാൽ ഈ കുടങ്ങല്ലൂർ എന്ന് പറയണത് ഞാൻ പറവൂരാണ് എൻ്റെ വീട്. ഈ കുഞ്ഞുമക്കളുടെ ഈ കളി കണ്ടപ്പോൾ അവരാ എനർജി കണ്ടപ്പോഴുണ്ടല്ലോ ഞാനും വല്ലാതെ കോരി തിരിച്ചു പോയി ഇവിടുന്ന്. ഞാൻ പലതവണ പണ്ട് ഈ തീവ്രവാദികളെ കൊല്ലുമ്പോൾ കിട്ടുന്ന കോരിത്തിരിപ്പ്. അപ്പോൾ ടീച്ചറിനും കുട്ടികൾക്കും പ്രത്യേകമായിട്ട് പറയട്ടെ, പ്രത്യേകിച്ച് നമ്മുടെ Jan 26 ആണ് ഇനി വരാനിരിക്കുന്നത് റിപ്പബ്ലിക് ഡേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ 70 വർഷം തികയും നമ്മൾ റിപ്പബ്ലിക് ആയിട്ട്. 69ാമത് സെലിബ്രേഷൻ ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ആ സമയത്ത് നിങ്ങൾ എല്ലാവരും കിട്ടിയത് വലിയ സന്തോഷം കേട്ടോ. താങ്ക്സ് എ ലോട്ട്. ചേട്ടാ പറഞ്ഞോട്ടാ ഒന്ന് വരും. ഗിന്നസിന് നമുക്ക് വേണ്ടിയിട്ട് നമുക്കറിയാലോ, ശരിക്കും പറഞ്ഞാല് അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചത് പ്രത്യേക രസമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ 3 പേരും ഒരു പാത്രത്തിൽ നിന്ന് ഫ്രൈഡ് റൈസ് ചിക്കൻ കഴിച്ചത്, നമ്മൾ ഗ്രിൽ ചിക്കൻ അവസാനം വെട്ടാൻ സ്പൂണില്ലാണ്ട് നമ്മൾ കൈ കൊണ്ട് ഇളക്കി കഴിച്ചതും ഒക്കെ ഭയങ്കര രസമുള്ള സംഭവങ്ങളായിരുന്നു. പോലും സമയമില്ല. അതെ, കാരണം എന്താണെന്ന് വെച്ചാൽ മാറി നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തിരുന്നത്. പക്ഷെ അതിനൊക്കെ നമ്മൾ ഓൺ കോൾ, കാരണം വെച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് മാറാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ടീം ശരിക്കും നമുക്ക് ചുറ്റും തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ പാർട്ടിസിപ്പൻസിന് ഈ പറഞ്ഞ പോലെ 1525 പേർക്ക് ഭക്ഷണം, അന്ന് പഴയടത്തിന്റെ സദ്യ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പ്രൊഡക്ഷൻ ടീമാണ് അതിന്റെ ഫുൾ സ്വിങ്ങിൽ അവിടെ നിന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഷൂട്ടിലാണെങ്കിൽ പോലും നമ്മുടെ ഇവിടെ വരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ രീതിയിലും ഒരു സമയത്ത് പോലും ഒരു കുറവും വരാതെ നമ്മളെ നോക്കുന്ന നമ്മുടെ പ്രൊഡക്ഷൻ ടീമിനാണ് ഇത്തവണത്തെ ആദരവ്. ഗിന്നസിന്റെ പ്രൊഡക്ഷൻ ടീമിനുള്ള ആദരവിനായിട്ട് പ്രൊഡക്ഷൻ ടീമിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിഷാബ്, ബിന്ദു വിനോദ്, സിന്ധു ബിജു, ശ്രീരാജ്, അഭിലാഷ്, ബിന്ദു മാധവ്, KC വർഗീസ്, വിഷ്ണു, മറിയാമ്മ. ഇനി നമ്മളിവിടെ വന്ന ഉടൻ നമ്മളെ എപ്പോഴും സല്യൂട്ട് ചെയ്ത് കയറ്റി വിടുന്ന ഒരാളുണ്ട്. പിന്നെ ഈ പ്രചോദനത്തിന്റെ സല്യൂട്ടൊക്കെ ഇപ്പൊ തുടങ്ങിയാണ്. പുള്ളി നമ്മൾ വന്നപ്പോൾ തൊട്ട് സല്യൂട്ട് ചെയ്യണം അല്ലേട്ടാ? പേരും ചോദിക്കും. മമ്മൂക്കയായാലും പേര് വെച്ച് എഴുതിയിടുകയും ചെയ്തിട്ടേ വിടുള്ളൂ. സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സെക്യൂരിറ്റി ചേട്ടൻ രവീന്ദ്രൻ. വരൂ. അപ്പോ തിരിച്ചേട്ടാ നമുക്ക് ഇന്ന് ഗസ്റ്റ് ആയിട്ട് കേണൽ, നമ്മുടെ കൂടെ ഇന്ന് ഗസ്റ്റ് ആയിട്ട് 2 പേരുണ്ടായിരുന്നു, അച്ഛനും മകനുമായിട്ട്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു അച്ഛനും മകനും ഒരുമിച്ച് വന്ന് കോമഡി ഉത്സവത്തിന്റെ ഗസ്റ്റ് സീറ്റിൽ ഇരിക്കുന്നത് അല്ലേ? അങ്ങനെ ആദ്യം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവിക്കുന്നത്. ഇതിൽ തന്നെ ഒന്നും കൂടി വന്നിട്ടുണ്ട്. ശ്രീകണ്ഠ നരസിംഹ അല്ലല്ല, നമ്മുടെ കോമഡി ഉത്സവം ഫസ്റ്റ് ആദ്യമായിട്ടാണ്. അപ്പൊ തീർച്ചയായും ശശിയേട്ട, സന്ദീപ് ഇവിടെ വന്നതിൽ വലിയ സന്തോഷം. ഇവിടെ വന്ന ആൾക്കാർക്ക് മോട്ടിവേഷൻ കൊടുത്തതിൽ വലിയ സന്തോഷം. വള്ളിക്കെട്ടിന് ഓൾ ദി ബെസ്റ്റ്. ഗംഭീരാവട്ടെ, ഇതൊരു സ്റ്റാർട്ട് ആവട്ടെ. മലയാള സിനിമയിൽ ഒരുപാട് സിനിമകളിൽ ഇപ്പൊ നെഗറ്റീവ് ആണ്, ഇനി നെഗറ്റീവ് എന്ന് പോസിറ്റീവിലോട്ടും ഹ്യൂമറും ഒക്കെ ചെയ്യാനായിട്ടുള്ള ഭാഗ്യമുണ്ട് അവിടെ. സന്ദീപ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശശിയേട്ട. ടേക്ക് കെയർ ആൻഡ് ബൈ എവരിബഡി. അടുത്ത ഉത്സവത്തിന് കാണാം.